الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മനുഷ്യരാണ്. വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളായി പിറന്നവർ, വ്യത്യസ്ത കുടുംബങ്ങളിൽ ജീവിക്കുന്നവർ, വ്യത്യസ്ത നാടുകളിൽ താമസിക്കുന്നവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവർ, അങ്ങനെയുള്ള ആളുകളാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരൊക്കെ. എങ്കിലും അവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട്. ആ കണ്ണി നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്ന നിലക്കുള്ള സാമൂഹ്യ ബാധ്യതകളും കടമകളും കടപ്പാടുകളും എല്ലാം ഒരു വശത്ത് വിശാലമായിട്ടുണ്ടെങ്കിലും അതെല്ലാം പ്രാവർത്തികമാക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണെങ്കിലും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നുള്ളത് നാം മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ് എന്നുള്ളതാണ്. സത്യവിശ്വാസികൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരാണ്, അവന് ഏറ്റവും പ്രിയങ്കരന്മാരായ ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും സൗഹാർദ്ദത്തോടെയും കഴിഞ്ഞുകൂടേണ്ടവരാണ് വിശ്വാസികളായ ആളുകളൊക്കെയും എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പരസ്പരം അകലുന്ന, അകറ്റുന്ന, വെറുക്കുന്ന, വെറുപ്പിക്കുന്ന സ്വഭാവങ്ങളിൽ നിന്ന്, പെരുമാറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട ആളുകളാണ് വിശ്വാസികളെന്നും നിരവധി ഹദീസുകളിലൂടെയും
വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇബാദത്തുകൾ പോലും ആ രൂപത്തിലുള്ള ഒരു സാമൂഹ്യമായ ബന്ധം കൂടി നമുക്ക് പഠിപ്പിക്കപ്പെടുന്നു. അഥവാ 5 നേരത്തെ നമസ്കാരം. ഈ 5 നേരത്തെ നമസ്കാരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. മടമ്പൊപ്പിച്ച് വരിയൊപ്പിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾക്കിടയിൽ അകൽച്ചയില്ല. എത്രമാത്രം പരമാവധി അടുത്ത് നിൽക്കാൻ സാധിക്കുമോ അത്രമാത്രം അടുത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ആരും വ്യത്യസ്തരല്ല, ഞങ്ങൾ ഒന്നാണ് എന്ന് വിളിച്ചോടുകയാണ് നമ്മുടെ നമസ്കാരത്തിലൂടെ ചെയ്യുന്നത്. അതിന്റെ ഒരു ആന്തരികമായ ആശയം ആ രൂപത്തിലാണ്. ആ നമസ്കാരത്തിൽ നിർബന്ധമായും 18 തവണ നാം നിർബന്ധമായും ചൊല്ലുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ നാം ചൊല്ലുന്ന ആയത്തുകളുടെ അർത്ഥം പരിശോധിച്ചാലും ഈ ഐക്യം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചോനെ ഞാൻ നിസ്കരിക്കുകയാണ്, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല, മറിച്ച് ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ ഞങ്ങൾ നിന്നെയാണ് ആരാധിക്കുന്നത്, പടച്ചവനെ ഞങ്ങൾ നിന്നോടാണ് സഹായം ചോദിക്കുന്നത്. അഥവാ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്നിരിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ലാതെ അകൽച്ചയുമില്ലാതെ ഞങ്ങൾ നിന്നെയാണ് റബ്ബെ ആരാധിക്കുന്നത്, ഞങ്ങൾ നിന്നോടാണ് റബ്ബെ സഹായം ചോദിക്കുന്നത്. ആ നമസ്കാരവും അതിന്റെ ആന്തരികാർത്ഥമായി പഠിപ്പിച്ചു തരുന്നതിൽ ഒന്ന് നിങ്ങൾ ഒന്നാണ്, നമ്മൾ ഒന്നാണ് എന്ന ആശയമാണ്. വെള്ളിയാഴ്ച ദിവസം ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളും പള്ളിയിൽ ഒരുമിച്ച് കൂടുകയാണ്. അവർ ഒരു കൂട്ടമായി, ഒരു സംഘമായി എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ചെറുപ്പ വലിപ്പമില്ലാത്ത രൂപത്തിൽ, അതുപോലെ കുചേല ബന്ധമില്ലാത്ത രൂപത്തിൽ, വ്യത്യാസമില്ലാത്ത രൂപത്തിൽ എല്ലാവരും പള്ളിയിൽ അവർ ഒരുമിച്ച് കൂടുന്നു. ആ ആഴ്ചയിൽ അവർ ഒരുമിച്ച് കൂടുമ്പോ എല്ലാ മഹല്ലിലുമുള്ള, അങ്ങനെ ലോകത്തെ ഓരോ മഹല്ലുകൾ കൂടുമ്പോ ലോകമൊട്ടുമുള്ള വിശ്വാസികളെ നമ്മൾ ഒന്നാണ്. ഇവിടെ കൂടിയ നമ്മൾ ഒന്നാണ്, അടുത്ത ജുമാഅത്ത് പള്ളികളിൽ കൂടുന്നവർ ഒന്നാണ്, തൊട്ടടുത്തതും അങ്ങനെ ലോകത്തുള്ളതുമായ ആ വിശ്വാസികളെല്ലാം ഒന്നാണ്. ഒരേ രൂപത്തിൽ ചിന്തിക്കുന്നവർ മുന്നോട്ട് പോകുന്നവരാണ് എന്നതാണ് ആ ജുമാഅയും നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഒന്ന്. വിശുദ്ധ റമളാൻ മാസം കടന്നു വരുമ്പോ ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ നിന്നുള്ളവരായിരുന്നാലും ആ വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് ഐക്യത്തോട് ഒരേ മനസ്സോട് കൂടിയിട്ട് ആ വിശുദ്ധ റമളാനിനെ അവർ ഓരോരുത്തരും സ്വാഗതം ചെയ്യുന്നതിലും വിളിച്ചോതുന്ന സത്യം എന്നത് ലോകത്തെവിടെയായിരുന്നാലും ഞങ്ങളൊന്നാണ് എന്നതാണ്. ഹജ്ജിന്റെ ഒരുപാട് മാനങ്ങളിലൊന്ന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് വന്നെത്തിയിട്ടുള്ള ഈ ആളുകൾ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള, വ്യത്യസ്ത ജീവിത രീതികൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളും പടച്ച തമ്പുരാന്റെ ദേഹത്തിൽ എത്തിച്ചേർന്നാൽ ഞങ്ങളൊന്നാണ്. എത്ര ഭാഷകളായിരുന്നാലും അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു പോകുന്ന, ഒന്നിച്ചു മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നതാണ് അതിലും വിളിച്ചോതുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഒന്നായിട്ട് ജീവിക്കേണ്ടവരാണ്, ഒരേ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ ജീവിക്കേണ്ടവരാണ് എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആരാധനകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നാം ആലോചിച്ചാൽ കുറെ ഇഷ്ടികയും അതുപോലെ തന്നെ കുറെ സിമന്റും കുറെ മണലുകളും വ്യത്യസ്ത ഭാഗങ്ങളിൽ കൂട്ടിയിട്ടാൽ അതിന്റെ ഒരു ശക്തിയുമുണ്ട് എന്ന് നമ്മൾ പറയാറില്ല, അതിനൊരു ഫലമുണ്ടെന്ന് നാം പറയാറില്ല. എന്നാൽ അത് ചേർക്കേണ്ട രൂപത്തിൽ ചേർത്ത് വെക്കുകയും അതുപോലെ തന്നെ അത് കൂട്ടേണ്ട രൂപത്തിൽ കൂട്ടുകയും ചെയ്തുകൊണ്ട് അത് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കെട്ടിടമായി തീർന്നാൽ അതിന് വളരെ ശക്തിയുണ്ട്, അതിന് ബലമുണ്ട്, സുരക്ഷിതമായിട്ട് അതിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടാൻ സാധിക്കും, അതിനെ തകർക്കാൻ എളുപ്പത്തിലൊന്നും കഴിയുകയില്ല. അതുപോലെയാണ് വിശ്വാസികൾ എന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദഹു ബഅ്ദ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു എടുപ്പിനെ പോലെയാണ്, ഒരു കെട്ടിടത്തെ പോലെയാണ്. അതിന്റെ ഓരോ ഭാഗങ്ങളും മറുഭാഗങ്ങൾക്ക്, അടുത്ത ഭാഗങ്ങൾക്ക് ശക്തി പകരുന്നത് പോലെ ഓരോ വിശ്വാസിയും മറ്റൊരു വിശ്വാസിക്ക് ശക്തി പകർന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നാണ്. ആ കല്ലുകൾ, ആ ഇഷ്ടികകൾ ചേർത്തു വെച്ചതുപോലെ, അതിന്റെ പാരസ്പര്യം പോലെ നമ്മൾ ഓരോരുത്തരും ആ പാരസ്പര്യത്തോടുകൂടി, ഒരുമയോടുകൂടി, ഐക്യത്തോടുകൂടി ജീവിക്കണമെന്നാണ് പ്രവാചകൻ ആ തിരുവചനത്തിൽ നമ്മെ ഉണർത്തുന്നത്. മറ്റൊരു പ്രവാചകന്റെ തിരുവചനം തറൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദ്ദിഹിം വതആതുഫിഹിം കമതലിൽ ജസദി ഇദസ്തകാ ഉദ്വൻ തദാഅ ലഹു സായിറു ജസദിഹി ബിസ്സഹരി വൽ ഹുമ്മ. വിശ്വാസികളായ ആളുകളെ നിനക്ക് കാണാം, അവർ പരസ്പരം സ്നേഹിക്കുന്ന കാര്യത്തിൽ, അവർ പരസ്പരം കാരുണ്യം കാണിക്കുന്ന വിഷയത്തിൽ, അതുപോലെ അവർ വിനയം കാണിക്കുന്ന വിഷയത്തിൽ അവർ ഒരു ശരീരത്തെ പോലെയാണ്. ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ല പോറലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, വല്ല മുറിവുമേറ്റിട്ടുണ്ട് എങ്കിൽ ആ ഭാഗം മാത്രമല്ല ആ വേദന അനുഭവിക്കുന്നത്. ഉറക്കമൊഴിയുന്നതിലും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിലും ആ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും പങ്കാളികളാകുന്നത് പോലെ വിശ്വാസികളെ, നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രോഗം വന്നാൽ, നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം ഉണ്ടായാൽ, നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വീടില്ല എങ്കിൽ, അങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് എന്റെ പ്രശ്നമാണ്, അത് എന്റെയും കൂടി പ്രശ്നമാണ്, ആ ശരീരത്തിന്റെ ഒരു അവയവമാണ് ഞാനും എന്ന രൂപത്തിൽ പരസ്പരം പങ്കാളികളാകേണ്ടവരാണ് എന്നതാണ് പ്രവാചകന്റെ തിരുവചനവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങൾ എന്ന് പറയുമ്പോ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം ഏകോദര സഹോദരങ്ങളെ പോലെയാണ് എന്ന് പറയുമ്പോ, സഹോദരങ്ങൾ എന്ന് നാം സാധാരണ പറയാറുള്ളത് ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ്. ഗർഭപാത്രത്തിൽ നിന്ന്, ഒരേ ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് സാധാരണ നമ്മൾ സഹോദരങ്ങൾ എന്ന് പറയാറുള്ളത്. അങ്ങനെ ഒരു ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞവരെ പോലെ, ഒരു ഉമ്മയുടെ, ഒരു അമ്മയുടെ അമ്മിഞ്ഞപ്പാല് നുകർന്നതുപോലെ, ഒരു ചരടിൽ കോർത്ത മാലമണികളെ പോലെ ഒന്നിച്ചു ജീവിക്കേണ്ടവർ, ഒന്നിച്ചു കഴിയേണ്ടവർ, അകന്ന് കഴിയാൻ കഴിയാത്ത രൂപത്തിലുള്ള മാനസിക അവസ്ഥയുള്ളവർ, അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ന് പറയുന്നത് മറ്റേ മുസ്ലിമിന്റെ സഹോദരനാകുന്നു. അവനവനെ ഉപദ്രവിക്കുകയില്ല, അവനവനെ ദ്രോഹിക്കുകയില്ല, അവനവനെ കീഴ്പ്പെടുത്തുകയില്ല, അവന്റെ മോശമായ ദോഷമായ ഒരു കാര്യവും ഒരു മുസ്ലിമിൽ നിന്ന് ആ മറ്റൊരു മുസ്ലിമിന്റെ നേരെ ഉണ്ടായിത്തീരുകയില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന കാലത്തോളം, ആ ശ്രമം അവരിൽ ഉണ്ടാകുന്നിടത്തോളം കാനല്ലാഹു ഫീ ഹാജതിഹി, പടച്ചവൻ അവന്റെ വിഷയം പരിഹരിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. വേറൊരു മുസ്ലിമിന്റെ അവരെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോ നമ്മളിൽ അത് ചെയ്യുന്നവരാരാണോ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിഷയത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ ഫർറജ അൻ മുസ്ലിമിൻ ഖുർബതൻ ഫർറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബാത്തി യൗമൽ ഖിയാമ. ഒരു മുസ്ലിമിന്റെ ഏതെങ്കിലും ഒരു പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒരാൾ പരിഹരിച്ചു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിലെ ഒരുപാട് കുർബാത്തുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാന്റെ അടുത്ത് വെച്ചുകൊണ്ട് പരിഹരിച്ചു കൊടുക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എത്ര വലിയ ഒരു ഐക്യത്തെക്കുറിച്ചാണ്, സാഹോദര്യത്തെക്കുറിച്ചാണ്, ഒരേ മനസ്സുപോലെ ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ തിരുവചനത്തിലൂടെ പ്രവാചകൻ പറയുന്നത് എന്ന് നാം ആലോചിച്ചു നോക്കുക.
അതുപോലെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞതുപോലെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവരാണ്. നിങ്ങൾക്കിടയിൽ, ആ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നന്നാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടവരാണ്. അവരുടെ പ്രാർത്ഥന പോലും, അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ, എന്റെ, നിങ്ങളുടെ, ഒരു സഹോദരന്റെ, ഒരു സഹോദരിയുടെ, ഒരു വിശ്വാസിയായ ഓരോരുത്തരുടെയും പ്രാർത്ഥന റഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന. അവർ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. റബ്ബന ഗ്ഫിർ ലനാ, പടച്ചോനെ ഞങ്ങൾക്ക് നീ പൊറുപ്പിരണേ. ഞങ്ങൾക്ക് മാത്രം പോരാ, വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽഈമാൻ, ഈമാൻ കൊണ്ട് മുൻകടന്നിട്ടുള്ള, വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. എനിക്ക് മാത്രം ഇസ്തിഗ്ഫാർ കിട്ടിയാൽ പോരാ, പാപമോചനം ലഭിച്ചാൽ പോരാ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, പടച്ചോനെ ഒരു രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു വൈരാഗ്യമോ ഏതെങ്കിലുമുള്ള ഒരു വെറുപ്പോ എന്റെ സഹോദരനായ വിശ്വാസിയെ കുറിച്ച് എന്റെ മനസ്സിൽ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒരു അകൽച്ചയും എന്റെ മനസ്സിൽ നീ ഉണ്ടാക്കല്ലേ റബ്ബേ എന്ന് നമ്മൾ ഓരോ ദിവസവും പല തവണകളായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിഞ്ഞുകൂടേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ഈ ആയത്തുകളും ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ഗുണം? അങ്ങനെ ജീവിച്ചാൽ ദുനിയാവിൽ സാമൂഹികമായ കെട്ടുറപ്പുണ്ടാകും, ഐക്യമുണ്ടാകും, അതിന്റെ ശക്തിയുണ്ടാകും. എന്നതിന് പുറമെ അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോഴുള്ള ഗുണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ വെച്ചുകൊണ്ട് വിളിക്കുകയാണ്, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എവിടെ പരസ്പരം സ്നേഹിച്ചിട്ടുള്ള, പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്റെ അടിമകൾ എവിടെ? അൽ യൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, എന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഈ മഹ്ശറ ലോകത്ത് ഞാൻ അങ്ങനെ പരസ്പരം സ്നേഹിച്ച വിശ്വാസികൾക്ക് ഞാൻ തണലിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് എണ്ണിപ്പറയാറുണ്ട്. അവർക്ക് പുറമെ, ആ 7 വിഭാഗം ആളുകൾക്ക് പുറമെ മറ്റു പലർക്കും ആ തണൽ ലഭിക്കുന്നവരുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ പറയുന്നത്, വിശ്വാസികൾ എന്ന നിലയിൽ ഞങ്ങൾ പരസ്പരം അഭേദ്യമായ ബന്ധമുള്ളവരാണ്. ഞങ്ങൾ അകലാൻ പാടില്ല. ഞങ്ങൾ ക്ഷമയോടെ അതുപോലെ തന്നെ വിശ്വസ്തയോടെ ജീവിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മറ്റൊരു തണലുമില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു തിരുവചനത്തിൽ, അൽ മുതഹാബ്ബൂന ഫീ ജലാലി ലഹും മനാബിറും മിൻ നൂർ യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാ, പരസ്പരം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, പങ്കുവെക്കുന്ന ആ രൂപത്തിലുള്ള മാനസിക അവസ്ഥയിൽ ജീവിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങൾ ഉണ്ടാകും. അവർക്ക് പ്രത്യേകമായി പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങൾ ഉണ്ടാകും. പ്രവാചകന്മാരായ ആളുകളും ശുഹദാക്കളായ ആളുകൾ പോലും അങ്ങനെയൊരു ഇരിപ്പിടം കിട്ടാൻ കൊതിയുണ്ടാകും അവർക്ക്. ആ ഒരു ഇരിപ്പിടം കിട്ടാൻ കൊതിച്ചുകൊണ്ടിരിക്കും പ്രവാചകന്മാരും ശുഹദാക്കളും വരെ എന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അൽ മുതഹാബ്ബൂന ഫില്ലാഹി ഫീ ദില്ലിൽ അർശി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അർശിന്റെ തണലിലായിരിക്കും ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പ്രവാചകന്റെ തിരുവചനങ്ങളും പഠിപ്പിക്കുന്നു. അപ്പോ ഞാൻ വളരെ ചുരുക്കി, വിശ്വാസികൾ പരസ്പരം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവരാണ്. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ കഴിയേണ്ടവരാണ്. ഒരു ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞവരെ പോലെ കഴിഞ്ഞുകൂടേണ്ടവരാണ് എന്നൊക്കെയുള്ള ആയത്തുകളും ഹദീസുകളും അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്നാൽ ഈ വസ്തുതയും
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നാം ഒന്ന് പരിശോധിച്ച് നോക്കുക, ഒന്ന് മാറ്റുരച്ചു നോക്കുക. അങ്ങനെ മാറ്റുരച്ചു നോക്കിയാൽ നമുക്കൊക്കെ, ഞാനടക്കമുള്ള നമുക്കൊക്കെ, നമ്മൾ പറയാതെ പറയുന്ന ഒരു ചോദ്യം, ആർക്ക് വേണം ഈ സ്വർഗം? പരസ്പരം സ്നേഹിച്ചിട്ട് കിട്ടുന്ന ഈ സ്വർഗം ആർക്ക് വേണം? ഒരു തണലുമില്ലാത്ത അള്ളാഹുവിന്റെ മഹ്ശറ കോടതിയിൽ വെച്ചുകൊണ്ട് ലഭിക്കുന്ന അർശിന്റെ തണൽ ആർക്ക് വേണം? ഞങ്ങൾക്കതിന്റെയൊന്നും ആവശ്യമില്ല എന്ന രൂപത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും സംസാരവും പ്രവർത്തനവും പെരുമാറ്റവും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലുകളും കണ്ടാൽ നമുക്ക് തോന്നിപ്പോവുക, ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്ക് ഫ്രീ പാസ് ആയിരിക്കും സ്വർഗത്തിലേക്ക്, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാം എന്ന രൂപത്തിൽ ഞങ്ങളിവിടെ പരസ്പരം വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഗീബത്തും നമീമത്തും അതൊക്കെയായിക്കൊണ്ട് ഞങ്ങൾ നടന്നോളാം. നിനക്ക് വേണമെങ്കിൽ സ്വീകരിച്ച പടച്ചോനെ ഞങ്ങൾക്ക് ഇങ്ങനെ സൗകര്യമുള്ളൂ, ഇങ്ങനെ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ, അതിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് നിന്റെ അടുക്കലേക്ക് വരാം എന്ന രൂപത്തിലുള്ള ദാർഢ്യ മനസ്ഥിതിയാണ് നമ്മുടെയൊക്കെ വാക്കുകളിലും സംസാരങ്ങളിലും പെരുമാറ്റങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും പ്രകടിപ്പിക്കുന്നതും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പരസ്പരം സംഘടനകളുടെ പേരിൽ, ഗ്രൂപ്പുകളുടെ പേരിൽ, പരസ്പരം കുടുംബങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരുപാട് അകൽച്ചകൾ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ആദർശത്തെ ആദർശമായി കാണുകയും ആ ആദർശത്തെ അതേ രൂപത്തിൽ തന്നെ പാലിക്കുകയും ചെയ്യാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാൽ അവർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തന്റെ ഉസ്താദിന്റെ ഒരുപാട് ഫത്വകളെ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തിരുത്തി എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തോട് ഉസ്താദിനെ കുറിച്ചോ ഉസ്താദിനോട് ശിഷ്യനെ കുറിച്ചോ സംസാരിച്ചാൽ അവരങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ അവർ പറയുന്ന മറുപടി, അവർ ഇസ്ലാമിന്റെ പുറത്താന്നല്ല. അവർ പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണ്, അയാൾ പറഞ്ഞതും ശരിയായേക്കാം. അത് അയാളുടെ അടുക്കൽ, അതിൻ്റെ ഉള്ള പ്രമാണം അയാളുടെ അടുക്കൽ ഉണ്ടായേക്കാം. അയാൾ പറഞ്ഞത് ശരിയാണ്, ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് തെറ്റായേക്കാം. എല്ലാറ്റിനെയും മാറ്റുരച്ചു നോക്കേണ്ടത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ്. ആ പ്രമാണങ്ങൾക്കനുസൃതമായി കൊണ്ട് ജീവിക്കുമ്പോ ആ ആദർശത്തെ ആദർശമായി കാണുകയും അതിനനുസരിച്ചു കൊണ്ട് ഓരോരുത്തരും നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം. എന്നാൽ ആ നിലപാടുകളൊന്നും തന്നെ മുസ്ലിങ്ങൾ എന്ന പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങളെ തകർക്കുന്നതല്ല, മുസ്ലിങ്ങളായ ആളുകളെ പരസ്പരം അകറ്റുന്നതല്ല. അതൊരിക്കലും ആ സംഘടനാ വ്യത്യാസങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ വ്യത്യാസങ്ങളിലൂടെ മുസ്ലിം സമൂഹം എന്ന് പറയുന്ന ആ സമുദായത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ആലോചനകളോ പ്രവർത്തനങ്ങളോ ആയി മാറാൻ പാടില്ല. അങ്ങനെയാണ് വിശ്വാസികളായ ആളുകൾ ജീവിക്കേണ്ടത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചരിത്രങ്ങൾ ഒരുപാട് അയവറക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരും. ഔസിന്റെയും ഖസറജിന്റെയും ചരിത്രം, പ്രവാചകൻ മദീനയിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഗോത്രങ്ങളാണ് ഔസ് ഖസറജ്. വർഷങ്ങളോളം നീണ്ട യുദ്ധങ്ങൾ നടത്തിയിരുന്ന ആളുകൾ. അതുപോലെ തന്നെ ജൂതഗോത്രങ്ങളായി അവിടെ ഉണ്ടായിരുന്ന ബനു ഖൈനുഖാ, ബനു നദർ, ബനു ഖുറൈള പോലെയുള്ളത് ജൂതഗോത്രങ്ങളായിരുന്നു. അവർക്ക് യുദ്ധക്കൊതിയന്മാരായ ആളുകളായിരുന്നു. അവർ പരസ്പരം പോരടിച്ചിരുന്ന ആളുകളെയായിരുന്നു. ആ ആളുകളെ വിശദീകരിക്കുന്നില്ല. ആ ആളുകളെയാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ഓതിയ ആയത്തിലൂടെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് അവരെ ഒരുമയിലേക്ക്, ഐക്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ പിന്നീട് കലഹിച്ചിട്ടില്ല. ആ രൂപത്തിൽ അവർ ഒന്നായിട്ട് ജീവിച്ചു. പ്രവാചകൻ വന്നിട്ടുള്ള മുഹാജിറുകളെ അൻസാറുകളായ ആളുകൾക്ക് ഓരോരുത്തരെ സഹോദരന്മാരായി നിശ്ചയിച്ചു കൊടുത്തു.
അവിടെ സ്വത്തുക്കൾ വരെ അവർക്ക് വീതിച്ചു നൽകി. അവർ ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഭാര്യയെ തലാഖ് ചൊല്ലി തന്റെ സഹോദരന് വിവാഹം ചെയ്തു കൊടുത്തു. അതുപോലെ അവരുടെ എല്ലാ സ്വഭാവത്തിലും സംസ്കാരത്തിലും വേണ്ടിടത്ത് ഇടപെട്ടുകൊണ്ട് അവർ ജീവിച്ചു. പരസ്പരം സഹായത്തോടെ സഹകരണത്തോടെ അവർ ജീവിക്കുന്നതാണ് നാം കണ്ടത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു നമ്മോട് അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകും. ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. സാമൂഹികമായ ജീവിതത്തിൽ സംഭവിക്കുന്നതും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഐക്യത്തോടു കൂടി ജീവിക്കണമെന്ന ആഹ്വാനം നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. അതിന് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കണം. അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മനസ്സ് ശുദ്ധമാകണം. ആദ്യമായി ഉണ്ടാവേണ്ട ഓർമ്മ ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ് എന്നതാണ്. എനിക്ക് പറ്റുന്നതെന്ത്, പറ്റാത്തതെന്ത്, എന്റെ സഹോദരനുമായി സഹോദരിയുമായി ഞാൻ ഏത് രൂപത്തിൽ ജീവിക്കണമെന്ന ആലോചനകൾ അവന്റെ മനസ്സിലുണ്ടായി. ആ മനസ്സിനെ നന്നാക്കിയെടുക്കണം. പ്രവാചകൻ ഒരിക്കലതാ പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരും, അയാൾ സ്വർഗാവകാശിയാണെന്ന് പറയുന്നു. ഒരാൾ വന്നു, ഒതുവെടുത്തു, നമസ്കരിച്ചു, തിരിച്ചുപോയി. പിറ്റേന്നും പ്രവാചകൻ പറഞ്ഞു, അതിനടുത്ത ദിവസവും പ്രവാചകൻ പറഞ്ഞു. 3 ദിവസം പ്രവാചകൻ ഇതേ വാചകം ആവർത്തിച്ചു. 3 ദിവസവും വന്ന് കയറിയത് നമസ്കരിച്ചു പോയത് ഒരാളായിരുന്നു. അവിടെ കൂടിയ ആളുകൾ ആ സഹോദരന്റെ പിന്നാലെ കൂടി നിങ്ങൾ എന്താണ് ഇത്രയധികം ആരാധനകൾ നിർവഹിക്കുന്നത്, എന്താണ് നിങ്ങൾ ഇത്രയധികം നന്മകൾ ചെയ്യുന്നത്, നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ, എന്താണ് നിങ്ങളുടെ പ്രത്യേകത എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാര്യമായി നിങ്ങളെക്കാളൊക്കെ ഒന്നും ചെയ്യുന്നതായി എനിക്കോർമ്മയില്ല. ഞാൻ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, സൽക്കർമ്മങ്ങൾ പരമാവധി നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധയോടുകൂടി പാലിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്തെന്നല്ലേ, നിങ്ങൾ കണ്ടതിലധികം ഞാനൊന്നും ചെയ്യാറില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു ദിവസത്തിന്റെ ഒരു ഭാഗത്തും രാത്രിയിൽ ഞാൻ രാത്രി കഴിച്ചു കൂട്ടുന്ന ഉറങ്ങുന്ന സമയത്തും ഒരു വിശ്വാസിയെ പറ്റി പോലും എന്റെ മനസ്സിൽ ഒരു വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാവുകയില്ല. ഒരു വിശ്വാസിയെ കുറിച്ചും എന്റെ മനസ്സിൽ ഒരു വെറുപ്പും ഉണ്ടാവൂല. അങ്ങനെയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുക. അതുവരെയുമില്ല, ഉറങ്ങുന്ന സമയത്തുമില്ല. അങ്ങനെയാണ് എന്റെ മനസ്സ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെയാകണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ വേലിക്കെട്ടുകൾ പലതിന്റെ പേരിൽ തെറ്റിച്ചുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരലിനും കുത്തുവാക്കുകൾ പറയുന്നതിനും അഭിമാനം ക്ഷതം വരുത്തുന്നതിനും അതിനുള്ള കാരണങ്ങളായിക്കൂടാ. അങ്ങനെ വന്നു പോയാൽ പടച്ചവന്റെ അടുക്കൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. പ്രവാചകൻ പറയുന്ന ഒരു തിരുവചനം, ഗൗരവത്തോടു കൂടി നാം ആലോചിക്കേണ്ടുന്ന ഒരു തിരുവചനമാണ്. പ്രവാചകൻ പറയുകയാണ്, ഒരാളുടെ നമസ്കാരം അയാളുടെ തലക്ക് മുകളിലേക്ക് അങ്ങോട്ട് വരൂല. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വാനലോകത്തേക്ക് കയറുകയും നന്മയായി അവിടെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്നല്ലേ. എന്നാൽ നാം നമസ്കരിക്കുന്ന നമസ്കാരം, നാം ചെയ്യുന്ന ഇബാദത്തുകൾ, നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ നമ്മുടെ തലയുടെ മുകളിലേക്ക് അങ്ങോട്ട് കയറൂല, ഉയരുകയില്ല. ഏത് രൂപത്തിലുള്ള ആളുകൾ, റജുലൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഊൻ വംറഅത്തുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിത് ഒന്ന് പറയുന്നത് ഇഷ്ടമില്ലാതെ ജനങ്ങളുടെ നായകത്വം ഏറ്റെടുത്തിട്ടുള്ള ആൾ. ജനങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ നായകനാണ്, നേതൃത്വത്തിലുള്ള ആളാണ്. രണ്ടാമത്തത് ഒരു സ്ത്രീ ഭർത്താവിന്റെ കോപത്തിന് വിധേയമായി കൊണ്ട് രാത്രി കഴിച്ചു കൂട്ടുന്ന ഒരു സ്ത്രീ. മൂന്നാമത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്പരം ബന്ധം വേർപ്പെടുത്തിയിട്ടുള്ള രണ്ടാളുകൾ. നിസ്കരിക്കട്ടെങ്കിൽ വെറുതെ വീട്ടിൽ കുത്തിരുന്നോളി, വേറെ പണിക്ക് വല്ലതിനും പോയിക്കോളി. വെറുതെന്തിനാ ആ സമയം നഷ്ടപ്പെടുത്തുന്നത്? പ്രവാചകൻ പറയുന്നത് അവരുടെ ഇബാദത്തുകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയരുകയില്ല, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയില്ല, ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും
നമുക്കിടയിൽ ആളുകൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മനുഷ്യരാണ്, അപാകതകൾ സംഭവിക്കും, അകൽച്ചയുണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും, കുറ്റങ്ങൾ ഉണ്ടാകും. ഉണ്ടായാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മണ്ണെണ്ണ ഒഴിക്കല്ല വേണ്ടത്, അതൊന്നുകൂടി മൂർജിപ്പിക്കുകയല്ല വേണ്ടത്, അതിന്റെ ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് കക്ഷി ചേരുകയല്ല വേണ്ടത്, അപ്പുറത്തുപ്പുറത്തും ആളുകൾ ഉണ്ടാക്കിയല്ല വേണ്ടത്. മറിച്ച് അള്ളാന്റെ റസൂൽ പറയുന്ന, ഇമാം തുർമുദിയും അബൂദാവും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നു, നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും സ്വതക്കയേക്കാളും പുണ്യകരമായ ഒരു നന്മയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് ചോദിച്ചു, പറഞ്ഞു തരി പ്രവാചകരെ, ഇത്രമാത്രം പുണ്യമുള്ള കാര്യം എന്താ? നിസ്കാരത്തിനേക്കാളും നോമ്പിനേക്കാളും എല്ലാം പുണ്യമുള്ള കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത്, അൽ-ഇസ്ലാഹു ദാത്തിൽ ബൈൻ, ആളുകൾക്കിടയിൽ യജ്ഞിപ്പുണ്ടാക്കുക, തെറ്റി നിൽക്കുന്ന, അകന്നു നിൽക്കുന്ന ആളുകൾക്കിടയിൽ യജ്ഞിപ്പുണ്ടാക്കുക എന്നതാണത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കമ്മിറ്റികളിൽ, പള്ളി കമ്മിറ്റികളാകട്ടെ മറ്റു കമ്മിറ്റികളാകട്ടെ, എല്ലാറ്റിലും ഒരു മസ്ലഹത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ടാകും. അവർ നിർവഹിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, നമസ്കാരത്തോളം നോമ്പിനോളം വലിയ സൽപ്രവർത്തനമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കളവ് പറയാൻ പാടില്ല, ജീവിതത്തിൽ കളവ് പറയാൻ പാടില്ല. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം തെറ്റി നിൽക്കുന്ന രണ്ടാളുകളെ രഞ്ജിപ്പിക്കുക, ഒന്നാക്കുക എന്നതിന് വേണ്ടി നിർദോഷമായ, മറ്റുള്ളവർക്ക് പ്രയാസകരമല്ലാത്ത രൂപത്തിലുള്ള കളവുകൾ പറഞ്ഞാൽ അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൈസൽ കദ്ദാബു അല്ലദീ യുസ്ലിഹു ബൈനൻ നാസി ഫയൻമി ഖൈറൻ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ട് പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിലും രണ്ടാളുകളെ നന്നാക്കാൻ വേണ്ടി അപകടകരമല്ലാത്ത രൂപത്തിലുള്ള നന്മ എന്ന് പറഞ്ഞാൽ, ഒരാൾ അടുക്കൽ ചെന്ന് പറയുന്നു, നീ അവനോട് തെറ്റിയതിൽ അവന് വലിയ പ്രയാസമുണ്ട്, വലിയ വിഷമമുണ്ട്, എന്നോട് എങ്ങനെ ഇങ്ങോട്ട് വന്ന് മുണ്ടുക എന്ന് വിചാരിച്ചുകൊണ്ടാവും സംസാരിക്കാതിരിക്കുന്നത്. മറ്റവന്റെ അടുത്തൊന്നും പറയുന്നു, പക്ഷെ ആ രണ്ടുപേരെയും നന്നാക്കാനുള്ള സന്ദേശമാണ്. അതൊരു കളവിന്റെ പട്ടികയിൽ എഴുതപ്പെടുകയില്ല എന്നുവരെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ 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 ചുരുക്കിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഓരോ സഹോദരനും സഹോദരിയും ഞാനിതാ സഹോദരങ്ങളെ പോലെ എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നവരാണ്, ഞാൻ കാണുന്ന വിശ്വാസികളൊക്കെയും നമ്മുടെ മഹല്ലിലുള്ളവരും ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലുള്ളവരും അങ്ങനെ തന്നെയാണ് എന്ന ഒരു ചിന്തയോടുകൂടി, ആ ഒരു ബോധത്തോടുകൂടി, ഐക്യത്തോടെ, ഒരുമയോടെ, സഹവർത്തിത്വത്തോടെ, സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.